ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദിയുടെ പുതിയൊരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ വേദ ഉറക്കൊഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ സമയം ശ്രീജ ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വേദയ്ക്ക് ചായ കൊടുത്തിട്ട് ഇതാ മോള് കുടിക്കെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, വിക്രമിന് ചായ തന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, ഏയ് ഇപ്പോൾ വേണ്ട മോളെ, വിക്രം എഴുന്നേക്കാൻ താമസിക്കും. ഇപ്പോൾ മോള് ചായയും കൊണ്ടുപോയാൽ അവന് ദേഷ്യം വരികയുള്ളൂ, അവൻ കിടന്ന് ചീത്ത പറയുള്ളൂ, അതുകൊണ്ട് മോള് ചായ കൊടുക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ചേച്ചി ഒരു ഗ്ലാസ് തന്നാൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു നോക്കാം എന്നിങ്ങനെ പറയുന്ന സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നന്ദിനി ശ്രീജയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ ചായ ആർക്കാ ശ്രീജേട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അത് വേദയ്ക്ക് എടുത്തു വെച്ച ചായയാ, നന്ദിനിക്ക് ഞാൻ വേറെ തരാം. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട് കേട്ടോ, ഇവക്ക് ചായയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ തനിയെ ഉണ്ടാക്കി കുടിക്കട്ടെ, അച്ഛൻ ഇതൊന്നും അറിയണ്ട എന്നിങ്ങനെ നന്ദിനി പറയുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും നന്ദിനി, ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കാൻ നിൽക്കാതെ. ഇത് കേട്ട് വേദ നന്ദിനിയോട് പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് വേണമെങ്കിൽ ഈ ചായ എടുത്ത് കുടിച്ചോ, ഞാൻ വേറെ ചായ കുടിച്ചോളാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും നന്ദിനി പറയുന്നുണ്ടോ, ഓ അങ്ങനെ നിന്റെ ഔദാര്യമൊന്നും ആവശ്യമില്ല. അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് ശ്രീജനെയും വേദയും കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവരങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും നന്ദിനി ഇങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എന്നേക്കാളും വലുത് അവളാ വേദ, അവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. പെട്ടെന്ന് നന്ദിനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ ചായയിൽ അപ്പോൾ വേദ ഇങ്ങനെ ചായ കുടിക്കാൻ എടുത്ത് വെച്ചിട്ട് അതവിടെ വെച്ചിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ അവളുടെ ചായയല്ലേ ഇത്, ഈ ചായയിൽ കുറച്ച് ഉറക്ക ഗുളിക ഇട്ട് കൊടുത്താലോ, ആരും അറിയില്ല ഞാനാ ചെയ്തതെന്ന്. അങ്ങനെയെങ്കിലും ഇവൾ ഇവിടുന്ന് പോട്ടെ, കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴേ അവളെ വീട്ടുകാർ തന്നെ വന്ന് കൂട്ടിക്കൊണ്ടു പോയിക്കോളും. അങ്ങനെ ഇവിടെ നിന്ന് അവളെ എങ്ങനെയെങ്കിലും ഓടിക്കുക. എന്തായാലും വിക്രമിന് അവളെ വേണ്ട, പിന്നെ നമുക്കെന്താ. പെട്ടെന്ന് തന്നെ നന്ദിനി മാഷിന്റെ റൂമിൽ ചെന്നിട്ട് 5-6 ഉറക്ക ഗുളിക എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ചായയിലോട്ട് കലർത്തുന്നുണ്ട്. ഒന്നും അറിയാത്ത മട്ടിൽ എന്നിട്ട് മാറി നിൽക്കുകയാണ് നന്ദിനി. അപ്പോഴേക്കും ശ്രീജയും വേദയും തിരിച്ചു വരുന്നുണ്ട്. ശ്രീജ വേദയോട് പറയുന്നുണ്ട്, ആ ചായ എടുത്ത് കുടിക്കും മോളെ. വേദ വിക്രമിന് ചായ കൊണ്ടു കൊടുക്കാനായിട്ട് ചോദിക്കുമ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, മോള് കുടിക്കുമ്പോഴേക്കും ഞാൻ വിക്രമിനുള്ള ചായ ഇട്ട് തരാം, അങ്ങനെ നീ ഇത് കൊണ്ടു കൊടുക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രീജ കൊടുക്കുന്നുണ്ട് കേട്ടോ. വേദ ചായ കുടിച്ചതിന് ശേഷം നന്ദിനി ഇങ്ങനെ വേദയെ നോക്കി ഇങ്ങനെ ഒരു പരിഹസിച്ചുള്ള ഒരു ചിരി ചിരിക്കുന്നുണ്ട്. അതിനുശേഷം വേദ ചായയുമായിട്ട് വിക്രമിന്റെ റൂമിലോട്ട് പോകുന്നുണ്ട്. വിക്രം നല്ല ഉറക്കത്തിലാണ്. വേദ വിക്രമിനെ വിളിക്കുന്നുണ്ട്. വിക്രം ഉണരുന്നില്ല കേട്ടോ. വേദ അടുത്തിരിക്കുന്ന വെള്ളം കുറച്ചെടുത്ത് വിക്രമിന്റെ മുഖത്തേക്ക് തളിക്കുന്നുണ്ട്. അപ്പോഴേക്ക് വിക്രം ചാടി എഴുന്നേറ്റിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്താടി കാണിച്ചത്, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി നീ ചായയുമായിട്ടേ ഇങ്ങോട്ട് വന്നു പോകരുത്, ഇവിടെ വെച്ചിട്ട് പോ എന്നിങ്ങനെ വിക്രം ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, വിക്രം നീ ഇന്നലെ താമസിച്ചാണോ ഉറങ്ങിയത്, അതോ ഉറങ്ങിയില്ലോ, എന്തൊരു ഉറക്കമായത്, 8 മണി കഴിഞ്ഞു, ഈ ശീലമൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, നീ എൻ്റെ ശീലങ്ങളൊന്നും മാറ്റാൻ നിൽക്കണ്ട, അങ്ങനെ ഞാൻ ഒട്ടും മാറാനും പോകുന്നില്ല. നീ രാവിലെ എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും വന്നതാണോ, നീ എന്നെ വെറുതെ പഠിപ്പിക്കണ്ട. ഇപ്പോൾ നീ ഇന്ന് എൻ്റെ കാര്യം നോക്കാതെ ഒന്ന് പോകുന്നുണ്ടോ, ഇതെന്തൊരു ശല്യം എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് വേദ ചോദിക്കുന്നുണ്ട്, ഞാൻ വിക്രമിന് ഒരു ശല്യമാണോ, വിക്രമിൻ്റെ സ്വഭാവമൊന്നും ഒക്കെ മാറ്റണമെന്നല്ലേ ഞാൻ പറഞ്ഞത്, വിക്രം പണ്ടും ഇങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, പക്ഷേ ഞാൻ കേട്ടത് അങ്ങനെയൊന്നുമല്ലല്ലോ, ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് വേറൊരു വിക്രമ. സത്യം പറയ് വിക്രം, ഇതിലേതാ ശരിക്കുള്ള വിക്രം. ഇത് കേട്ട് വിക്രം ഒരു നിമിഷം മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ കേട്ട വിക്രം ഇപ്പോൾ ഇല്ല, ഇതാണ് യഥാർത്ഥ വിക്രം, ഇങ്ങനെയാണ് ഞാൻ. ഇപ്പോൾ മനസ്സിലായോ നിനക്ക് എന്താ അറിയേണ്ടത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ പറയുമ്പോഴേക്കും വിക്രം വീണ്ടും പറയുകയാണ്, നീയേ എനിക്കൊന്ന് ശല്യപ്പെടുത്താതെ ഒന്ന് പോയി തരുമോ വേദാളം എന്നിങ്ങനെ പറഞ്ഞ് വിക്രം ദേഷ്യപ്പെടുന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് വേദ പറയുന്നുണ്ട്, ശരി ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, എനിക്ക് വിക്രമിനോട് ഒരു കാര്യം പറയണം. ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും, നാളെ എനിക്ക് വീട് വരെ ഒന്ന് പോകണം, വിക്രമും കൂടി എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് പറയുമ്പോഴത്തേനും വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നാളത്തേക്കാക്കുന്ന എന്തിനാ, ഇന്ന് തന്നെ പോകാം, നീ പോയി സുഖമായിട്ട് ജീവിക്കും, നീ പെട്ടെന്ന് റെഡി ആയിക്കോ, നിന്നെ വീട്ടിൽ കൊണ്ടുവിടുന്ന കാര്യം എനിക്കത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്, പിന്നെ നീ തിരിച്ച് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി.
അപ്പോഴേക്കും വേദ പറയുന്നുണ്ട് കേട്ടോ, ഞാനവിടെ താമസിക്കാൻ പോകുന്നൊന്നുമല്ല, നാളെ ദീപ്തിയുടെ കല്യാണ നിശ്ചയമാ, വേറെ ആരുമല്ല, ദർശന അവളെ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. നീ പൊക്കോ, തിരിച്ചിങ്ങോട്ട് വരാൻ ഞാൻ പറയില്ല, നീ അവിടെ തന്നെ നിൽക്കുന്നതാ എനിക്കിഷ്ടം, തിരിച്ചിങ്ങോട്ടേക്ക് വരണ്ട. അപ്പോഴേക്കും പെട്ടെന്ന് വേദ ഇങ്ങനെ തലചുറ്റി വീഴുന്നുണ്ട് കേട്ടോ. വിക്രം അത് കണ്ട് ഓടിപ്പോവുകയാണ്. വേദ ഇങ്ങനെ വിളിക്കുന്നുണ്ട്, എന്താ പറ്റി വേദ 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 ഇങ്ങനെ വിക്രം വിളിക്കുകയാണ്. എന്നിട്ട് അടുത്തിരുന്ന വെള്ളം എടുത്തിട്ട് വേദയുടെ മുഖത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നാൽ വേദ കണ്ണു തുറക്കുന്നില്ല കേട്ടോ. ഉടനെ പെട്ടെന്ന് വിക്രം ഇങ്ങനെ അമ്മയും ശ്രീചേച്ചിയൊക്കെ ഓടി വാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും കമലാമ്മയും ശ്രീചേച്ചിയൊക്കെ ഓടി വരുന്നുണ്ട് കേട്ടോ. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ കമലാമ്മ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞില്ലമ്മേ, ഇപ്പോൾ ഇവിടെ സംസാരിച്ച് നിന്ന സമയത്ത് അവള് ദേണ്ടെ തല ചുറ്റി വീണു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വെള്ളം തളിച്ചിട്ടും കണ്ണു തുറക്കുന്നില്ല. അപ്പോഴേക്കും വിക്രം ആകെ ടെൻഷൻ ആവുന്നുണ്ട്. എന്നിട്ട് കമലയും ശ്രീജയും വിളിച്ചിട്ട് വേദ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ശ്രീജ പറയുന്നുണ്ട്, മോനെ പെട്ടെന്ന് തന്നെ വിക്രം ഒരു വണ്ടി എടുക്കുക, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ, ഒരുപക്ഷെ ഈ സമയത്ത് ആഹാരം കഴിക്കാൻ സമയത്തിന് ആഹാരം കഴിക്കാൻ പറഞ്ഞാലും ഈ കുട്ടി കേൾക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ കമലയും പരിഭവപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരി, ഞാൻ ഇപ്പോൾ കൊണ്ടുപോകാം, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ശ്രീജയും വിക്രമും കൂടി നമ്മുടെ വേദയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇങ്ങനെ ശ്രീജയ്ക്കാണെങ്കിൽ വിക്രമിനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ്. വിക്രമിന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. വേദ തലചുറ്റി വീണപ്പോൾ വിക്രമിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. വേദയോട് ശരിക്കും വിക്രമിന് ഇഷ്ടം കാണും, അതല്ലേ ഇങ്ങനെയൊക്കെയെന്ന് ശ്രീജ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഡോക്ടറോട് പറയുന്നുണ്ട്, പെട്ടെന്ന് തലചുറ്റി വീണതാ ഡോക്ടർ, എന്താ പറ്റിയെന്ന് അറിയില്ല, ഡോക്ടർ ഒന്ന് നോക്കൂ. വിക്രമിന്റെ പരിഭ്രമം കണ്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, ഇതിന് ടെൻഷൻ ആവുകയൊന്നും വേണ്ട, ഞങ്ങൾ നോക്കട്ടെ, നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യുക. വിക്രമിന്റെ ടെൻഷൻ കണ്ട് ശ്രീജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, വിക്രം നീ എന്താ ഇങ്ങനെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തലചുറ്റി വീണൊന്നും അല്ലേ ഉള്ളൂ. പിന്നെ വിക്രം, നിനക്ക് വേദയോട് ദേഷ്യമൊന്നും ഇല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നീ വേദയെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്, അല്ലേ വിക്രം, ഇതല്ലേ ശരിയെന്ന് ശ്രീജ ചോദിക്കുമ്പോഴേക്കും ശ്രീജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിക്രം. ഏട്ടത്തി എന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെയൊന്നുമില്ല, അവളുടെ വീട്ടുകാർ അറിഞ്ഞാലേ എന്നെയല്ലേ പറയൂ, ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമെന്ന് എന്നെ പറയുമോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് ടെൻഷനായത് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ശ്രീജ പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് കള്ളം പറയുക, നിന്റെ മുഖം കണ്ടാൽ തന്നെ എനിക്കറിയില്ലേ നീ വേദയെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, പുറത്ത് കാട്ടാതെ മനസ്സിൽ കൊണ്ട് നടക്കുകയല്ലേ, പുറമെ അവളോട് നീ ദേഷ്യം കാണിച്ചിട്ട് ഇങ്ങനെ എന്തിനാ അവളോട് ഇങ്ങനെ പുറത്തിങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ ശ്രീജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്തേക്ക് ഡോക്ടർ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഡോക്ടർ വിക്രമിനോടായിട്ട് പറയുന്നുണ്ട്, കുട്ടി നോർമലാണ്, കുഴപ്പമൊന്നുമില്ല, കുറച്ചധികം ഉറക്ക ഗുളിക കുട്ടിയുടെ ബോഡിയിൽ ചെന്നിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി, അല്പം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാമെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് വിക്രമിന് ശ്വാസം നേരെയാവുന്നത്. ഇത് കേട്ട് ശ്രീജയ്ക്കും സമാധാനം ആവുന്നുണ്ട്. ഡോക്ടറോട് വിക്രം ചോദിക്കുന്നുണ്ട്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? അപ്പോൾ പറയുന്നുണ്ട്, കുറച്ച് കഴിയട്ടെ, ആള് നല്ല മയക്കത്തില്ല, ഇത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രമിന്റെ ഫോണിലോട്ട് കോള് വരുന്നുണ്ട്. വിക്രം ഫോൺ എടുത്തിട്ട് നോക്കുമ്പോഴേക്കും കമലാമ്മയാണ് ഫോൺ വിളിക്കുന്നത്. എന്താ മോനെ, എന്തായി എന്നുള്ള ടെൻഷനിലാണ് കമലാമ്മ. കുഴപ്പമൊന്നുമില്ലമ്മേ, കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാമെന്നാ ഡോക്ടർ പറഞ്ഞത്. ശരി അമ്മേ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വിക്രം ഫോൺ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീജ ഇങ്ങനെ വിക്രമിനോട് പറയുന്നുണ്ട്, വിക്രം നീ വേണമെങ്കിൽ വീട്ടിൽ പോയിക്കോ, ഞാനിവിടെ നിന്നോളാം, വേദ നോർമലായി കഴിയുമ്പോൾ ഞാൻ അവളെയും കൂട്ടി തിരിച്ചു വന്നോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ വിക്രം പറയുന്നുണ്ട്, കുഴപ്പമില്ല ഏട്ടത്തി, നമുക്ക് ഒന്നിച്ചു പോകാം, എനിക്ക് അവളെ ഒന്ന് കാണണം, എന്തായാലും ഡോക്ടർ പറഞ്ഞല്ലോ പോകാമെന്ന്, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് വിക്രം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെ അടുത്തേക്ക് പോയി വിക്രം കാണുന്നുണ്ട്. വേദയെ കണ്ടതും വിക്രം വേദയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് വേദയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. വേദം വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. വിക്രം വേദയോട് ചോദിക്കുകയാണ്, എന്താ പറ്റിയേ,
കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഏയ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല, എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, ഏയ് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലെന്ന്, ക്ഷീണം തോന്നുന്നുണ്ട് എന്ന് എനിക്ക് വേദ പറയുമ്പോഴേക്കും നീ റെസ്റ്റ് എടുത്തോ, ഇപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് ഉള്ളത് എന്നിങ്ങനെ വിക്രം പറഞ്ഞ് വേദയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, ഏയ് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും വേറെ ആരും വീട്ടിൽ നിന്ന് വന്നില്ലേ എന്നിങ്ങനെ വേദ ചോദിക്കുമ്പോൾ ഉണ്ട്, ശ്രീജേച്ചി പുറത്ത് നിൽപ്പുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേദ ശ്രദ്ധിക്കുന്നത് വേദയുടെ കയ്യിൽ വിക്രം പിടിച്ചേക്കുവാണെന്നുള്ളത്. ഇത് കണ്ട വിക്രം പെട്ടെന്ന് തന്നെ കൈവിടുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഞാൻ ശ്രീചേട്ടത്തിയോട് വരാൻ പറയാം, പുറത്തുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ തലയാട്ടുന്നുണ്ട്. അങ്ങനെ ശ്രീജേട്ടത്തിയാണെങ്കിൽ വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീജ വേദയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് മോളെ? വേദ പറയുന്നുണ്ട്, എന്താ എടുത്തി, എനിക്ക് പറ്റിയെന്ന് അറിയില്ല, രാവിലെ ആ ചായയല്ലേ കുടിച്ചത്, വേറെ ഒന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞിരുന്നു ഉറക്ക ഗുളിക ഉള്ളിൽ പോയിട്ടുണ്ടെന്ന്, നീ എങ്ങാനും എടുത്ത് കഴിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും വേദ പറയുന്നുണ്ട്, ഇല്ല എടുത്തി, ഞാൻ അങ്ങനെയൊന്നും ഗുളികയൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഏതോ ചായയിൽ ആരെങ്കിലും ഉറക്ക ഗുളിക ചേർത്തിട്ടുണ്ടാവും, എനിക്ക് നന്ദിനിയെ സംശയം. വേദ ഇങ്ങനെ പറയുന്നുണ്ട്, ഏട്ടത്തി ഇതാരോടും പറയണ്ട, അങ്ങനെ വിക്രമിനോടും പറയണ്ട, വീട്ടിൽ ഉറക്ക ഗുളിക കഴിച്ചിട്ടാണെന്ന് വീട്ടിൽ ആരോടും പറയണ്ട, വിക്രമിനോടും പറയണം, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നിങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. ശരി മോളെ, ഞാൻ ആരോടും പറയില്ല എന്നിങ്ങനെ ശ്രീജയും പറയുന്നുണ്ട്. എന്നാലും ശ്രീജ പറയുന്നുണ്ട്, എനിക്കെന്നാലും നന്ദിനിയോട് ഞാനൊന്ന് ചോദിക്കണ്ടേ, ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും വേദ ഇങ്ങനെ പറയുന്നുണ്ട്, ശരിക്കും ഒന്നും ചോദിക്കണ്ട, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ശ്രീജേച്ചി, സാരയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രീജ വേദയോടായിട്ട് പറയുന്നുണ്ട്, മോളെ നിനക്ക് വിക്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. കാരണം നീ ബോധം കെട്ട് വീണപ്പോഴേ അവൻ എന്തുമാത്രം പേടിച്ചെന്നറിയുമോ? ഡോക്ടർ നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോഴാ അവൻ്റെ മുഖത്ത് ഒരു തെളിച്ചം ഞാൻ കണ്ടത്. വിക്രം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അവനത് പുറത്ത് കാട്ടാത്തതാണ്. നീ ഒരിക്കലും വിക്രമിനെ വിട്ടു പോകല്ലേ. ഇങ്ങോട്ട് വിക്രമിൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, അവന് നിന്നെ ജീവന എന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട വേദയുടെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്.